ഒരുപാട് കേക്കുകൾ പല സ്ഥലത്ത് കൂടി കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഞാൻ ആദ്യമായിട്ടുണ്ട് കേക്ക് കൊണ്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഇറങ്ങിയ പാടെ നന്നായിട്ട് മഴയായിരുന്നു. അപ്പൊ കോട്ടും ഹെൽമെറ്റും ഒക്കെ ഇട്ടിട്ടാ പോയിട്ടുണ്ടായിരുന്നത്. ഈ കേക്ക് സ്പെഷ്യൽ ആവാനുള്ള കാരണം അവരുടെ എക്സ്ട്രീം ലെവൽ ഹാപ്പിനെസ്സിൽ നമുക്കൊരു ഭാഗം ആവാൻ കഴിഞ്ഞെന്നുള്ളത് തന്നെയാണ്. ഒരു വൈഫിന്റെ ബർത്ത്ഡേക്ക് ഹസ്ബൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കേക്ക് ആയിരുന്നു. പക്ഷെ ആള് കൺസീവ് ആയിരുന്നു. ഡെലിവറി ഡേറ്റ് ഏകദേശം അടുത്തോണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു ആളുടെ ബർത്ത്ഡേ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ പെട്ടെന്നായിരുന്നു ഡെലിവറി ഒക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കേക്ക് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുകൊടുക്കേണ്ടിരുന്നത്. ഇത് ലൊക്കേഷൻ വന്നിട്ട് പെരിന്തൽമണ്ണ രാമദാസ് ഹോസ്പിറ്റൽ ആയിരുന്നു. അപ്പൊ അവിടേക്കാണ് നമ്മൾ കേക്ക് കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. കേക്ക് മാത്രമല്ലായിരുന്നു, അവരുടെ 2 ഫോട്ടോസ് നമുക്കൊരു മിനി ഫ്രെയിം ഉണ്ടാക്കണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ വക ചെറിയൊരു മിനി ബോക്കയും കൂടി ഉണ്ടായിരുന്നു. നമുക്ക് നേരത്തെ കിട്ടിയതുകൊണ്ട് പിന്നെ ആ കാര്യത്തിലൊന്നും സംശയം ഉണ്ടായിരുന്നില്ല. നേരെ ചെന്ന് ഡോറ് മുട്ടി അവർ തുറക്കുന്നവരാണ് വെയിറ്റ് ചെയ്യുന്നത്. എന്തായാലും ഇപ്പൊ പേഷ്യന്റ് വന്ന് ഡോർ തുറക്കൂലെന്ന് അറിയാം. തുറന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് ഓർഡർ തന്ന ആളുടെ അമ്മയായിരുന്നു കേട്ടോ. ഈ ഒരു കോലത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ ആദ്യം അവരൊന്ന് വണ്ടടിച്ചെങ്കിലും പിന്നെ അവർക്ക് മനസ്സിലായി ഇത് മകന്റെ വഴിയുള്ള പണിയാണെന്നുള്ളത്. ഒരിടത്ത് ആയി പറഞ്ഞാൽ നമ്മൾ ഉള്ളിൽ കയറിച്ചപ്പോൾ ഞാൻ സർപ്രൈസ് ആയി. അവിടെ കുഞ്ഞു മാത്രമേ ഉള്ളൂ, അമ്മനെ കാണാല്ല. അപ്പൊ അമ്മ നടക്കാനായിട്ട് ഇറങ്ങിക്കെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് എന്റെ ഒരു കേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കാന്നുള്ളത്. ആ ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു ഞാൻ പ്രതീക്ഷിക്കാതെ അതേമാതിരി ബർത്ത്ഡേ ഗിഫ്റ്റും കേക്കും ഒക്കെ കിട്ടിയിട്ട് സന്തോഷത്തിലായിരുന്നു നമ്മുടെ അമ്മ കൊടുക്കും. അവിടെ നിന്ന് അവരുടെ ഭാഗം നമുക്ക് മിഠായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു. എന്റെ പ്ലേറ്റിന്റെ ഭാഗത്ത് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. പെരുന്തൽമണ്ണ സിനകഞ്ഞി സ്റ്റാൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു വിശപ്പിന്റെ വിളി വരാണ്. അങ്ങനെ സിനകഞ്ഞി സ്റ്റാൾ പോയി ഞങ്ങൾ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനല്ല, എന്റെ പ്ലേറ്റിന്റെ ഭാഗം. ഞാൻ പിന്നെ മെയിൻ ആയിട്ട് പോകുന്നത് അവിടെ സൈഡ് ഡിഷ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടുത്തെ പുളക്കൂട്ടാനും മീനും ചമ്മന്തിയും അച്ചാറും പപ്പടവും ഒക്കെ കഴിക്കാനാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ടേസ്റ്റാണ് അത് കഴിക്കാനായി. ഇവിടെ ഇപ്പൊ മിക്കവാറും മടിയാവും, കാരണം ഒരു പ്ലേറ്റ് കൂട്ടാനുണ്ട്, ഞങ്ങൾ രണ്ടുപേരുണ്ട്. എന്തായാലും അടി കൂടാതെ ഞങ്ങൾ കഴിച്ച് നീച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നുണ്ടായിരുന്നു. തിരിച്ചു പോകുന്നപ്പോൾ അത്യാവശ്യം മഴയ്ക്ക് നിന്നിട്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പൊ പൂവിനെ വയ്ക്കാൻ 2 പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. ആരാണെന്നുള്ള ഞാൻ അടുത്ത വീഡിയോസിൽ പറയാം. അപ്പൊ ഓക്കെ, ബൈ.